നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വരുന്ന സീസണിൽ ഗോൾഡൻ ബൂട്ട് ആര് നേടും? മോസല പൊളിച്ചടുക്കിയ ഒരു സീസണാണ് കഴിഞ്ഞു പോയത്. ഇതവണ ഏർലിംഗ് ഹാലൻഡ് സജ്ജനായിട്ട് മടങ്ങി വരുന്നു. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം കളിക്കാൻ റെഡിയായിട്ട് വരുന്നു. അലക്സാണ്ടർ ഐസക് ക്ലബ്ബ് മാറുമോ? എന്തായാലും ഗോളടിക്കൊട്ടും കുറവില്ല എന്ന് തന്നെ വിചാരിക്കാം. വിക്ടർ ഗ്യോക്കറസ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ്? അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം തീ പറക്കാനാണ് സാധ്യത. ഇപ്പോൾ സ്കോക്ക ഓരോരുത്തരുടെയും ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത പെർസെൻറ്റേജ് ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് 365 ബെറ്റിംഗ് ഓടും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് ആണ്. ഇതിൽ ഏറ്റവും അധികം ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത അവർ കണക്കാക്കിയിരിക്കുന്നത് ഏർലിംഗ് ഹാലൻഡിനാണ്. 45.5% അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത കണക്കാക്കുന്നത്. അതേസമയം രണ്ടാമത് മുഹമ്മദ് സലായാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ട് നേടാനുള്ള സാധ്യത കണക്കാക്കുന്നത് 18.2%. മൂന്നാമത് അലക്സാണ്ടർ ഐസക്. അദ്ദേഹം ന്യൂകാസിൽ കളിക്കുമോ അതല്ല അവിടെ നിന്ന് കൂടുമാറുമോ അതൊക്കെ കണ്ടറിയണം. 14.3% അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത കണക്കാക്കുന്നത്. വിക്ടർ ഗ്യോക്കറസ് പോർച്ചുഗലിൽ ഗോൾ അടിച്ച് കൂട്ടിയുള്ള വരവാണ്. ആഴ്സണലിന് വേണ്ടി അദ്ദേഹം അതുപോലെ ഗോൾ അടിച്ച് കൂട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹത്തിനും 14.3% സാധ്യത കണക്കാക്കുന്നു. അദ്ദേഹവും 3-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അതേസമയം ഹ്യൂഗോ എക്യുറ്റിക്ക് ലിവർപൂൾ കൊണ്ടുവന്നു. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിൽ വലിയ തുകയും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ട് സാധ്യത കണക്കാക്കുന്നത് 5.9%. അതുപോലെ തന്നെ ചെൽസി സ്വന്തമാക്കിയിട്ടുള്ള ബ്രസീലിയൻ താരം ജാവോ പെഡ്രോയുടെ ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത കണക്കാക്കുന്നത് 5.9%. അപ്പോൾ ഇതാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഒന്നാമത് ഏർലിംഗ് ഹാലൻഡ്, രണ്ടാമത് മുഹമ്മദ് സല, ദെൻ അലക്സാണ്ടർ ഐസക്, വിക്ടർ ഗ്യോക്കറസ് തുടങ്ങിയവരൊക്കെ വരുന്നു. ആര് ഇത്തവണ ആ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.